ഹലോ എവ്രി വൺ വെൽക്കം ടു ദിശ അക്കാഡമി. ഞാൻ റീമ. ഹായ് ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു സെഷൻ അത് നമ്മൾ കണ്ടായിരുന്നു ഏതൊക്കെയാണ് നമുക്ക് എന്തൊക്കെ ഏരിയാസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ ഒന്ന് കണ്ടിരുന്നു. ഒരു അവയർനെസ് പോലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ നമുക്ക് ബാങ്കിങ് എക്സാംസിനെ കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ, അതിൻ്റെ ഇംഗ്ലീഷ് സെക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസിലൂടെ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഇന്ന ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ സ്ട്രേറ്റ് അവേ ലെറ്റ്സ് ബിഗിൻ അല്ലേ. ഓക്കെ, സോ ഹിയർ വി ബിഗിൻ. ഈ എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏതൊരു ബാങ്കിങ് എക്സാമിനും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം മീൻസ് ഇതിനകത്ത് കുറച്ച് ഏരിയാസേ ഉള്ളൂ നമുക്ക് അല്ലേ, കുറച്ച് പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്, എല്ലാ എക്സാംസിനും വരുന്ന ഒരു ഏരിയയാണ് ഈ എറർ സ്പോട്ടിംഗ്. ഈ എറർ സ്പോട്ടിംഗ് നമുക്ക് ഏത് ഏരിയ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമറിൽ നിന്നാണ് കൂടുതലായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാമർ പോർഷൻ നിങ്ങളൊന്ന് നോക്കിയാൽ മതി, എങ്കിൽ നമുക്ക് എറർ സ്പോട്ടിംഗ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, സോ ഹിയർ വി ബിഗിൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം, അത് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. അതായത് ഈ എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഒരു സെൻറ്റൻസ് തരും. ഓക്കെ, എന്നിട്ട് അതിനെ 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. നമ്മൾ ഏത് പാർട്ടിലാണ് എറർ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് സപ്പോസ് ഇഫ് ദർ ഇസ് നോ എറർ, നിങ്ങൾക്ക് ഓപ്ഷൻ നോ എറർ എന്ന് കൊടുക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ ബേസിക് വേർഷനാണ്. നമുക്ക് എക്സാമിന് ഇതിൻ്റെയും ചേട്ടന്മാരൊക്കെ വരാറുണ്ട്. അതായത് ഇപ്പോൾ ഇതിനകത്ത് 2 പാർട്സിൽ എററുണ്ട്, അല്ലെങ്കിൽ എറർ ഇല്ലാത്ത ഒരു പോർഷൻ കാണും, ബാക്കി എല്ലാത്തിനകത്ത് എററുണ്ട്. അങ്ങനെ വരും. ചിലപ്പോൾ ഒരു പാർട്ട് അവർ ഫിക്സ്ഡ് ആയിട്ട് തരും, കറക്റ്റ് ഫിക്സ്ഡ് ആക്കി വെച്ചിട്ട് ബാക്കി ഏതൊക്കെയോ പാർട്സിനകത്ത് എറർ ഇല്ല അല്ലെങ്കിൽ എറർ ഉണ്ട്. അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇതൊരു ബേസിക് ലെവൽ ഓഫ് എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഇങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബാങ്ക്സ് ഇൻ ഇന്ത്യ cannot open ATMs except obtaining approval from RBI. ഓക്കെ, എന്തായിരിക്കാം ഇതിൻ്റെ ആൻസർ? ബാങ്ക്സ് ഇൻ ഇന്ത്യ cannot open ATMs തുറക്കാൻ പറ്റില്ല എക്സെപ്റ്റ് obtaining approval from RBI. എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒഴികെയെന്നല്ലേ. എവ്രി വൺ അറ്റൻഡഡ് ദ മീറ്റിംഗ് എക്സെപ്റ്റ് ഹിം. അവൻ ഒഴികെ ബാക്കി എല്ലാവരും മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തു അല്ലേ. അപ്പോൾ എക്സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴികെ എന്നുള്ളൊരു മീനിങ്ങാണ്. അപ്പോൾ ഇവിടെ എക്സെപ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ? അത് തന്നെയാണ് മിസ്റ്റേക്ക്. അപ്പോൾ അവിടെ എക്സെപ്റ്റ് തെറ്റാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഏത് പാർട്ടിലാണ് എറർ എന്ന് മാത്രം നമ്മൾ മാർക്ക് ചെയ്താൽ മതി എക്സാമിന്. അപ്പോൾ ആൻസർ എന്താണെങ്കിലും ഓപ്ഷൻ സി ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. അവിടെയാണ് നമുക്ക് എറർ ഉള്ളത് അല്ലേ. ഇനി അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം? സി പാർട്ടാണ് ആൻസർ. എങ്ങനെയാണെങ്കിൽ എക്സെപ്റ്റിന് പകരം എന്ത് കൊടുത്താൽ ശരിയാവും? വിത്തൗട്ട് കൊടുത്താലോ? വിത്തൗട്ട്. ഒന്ന് നോക്കിക്കേ. അതായത് RBI നിന്ന് അപ്രൂവൽ കിട്ടാതെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ATMs തുറക്കാൻ പറ്റില്ല അല്ലേ. അപ്പം RBI നിന്ന് അപ്രൂവൽ കിട്ടാതെ, വിത്തൗട്ട് ഒബ്റ്റെയിനിങ്. അപ്പോൾ അവിടെ ആൻസർ എന്താ? വിത്തൗട്ട്. അപ്പോൾ ഈ സി പാർട്ടിലാണ് എറർ. മനസ്സിലായോ? Okay, so moving on to the second question. Today the success of companies depends on the quality of their products and efficient managing staff. താഴെ ഇതൊന്ന് കോമെൻറ്റ് ചെയ്യുക, എന്താണ് ആൻസർ എന്നുള്ളത് നിങ്ങളൊന്ന് കോമെൻറ്റ് ചെയ്യുക. ഇത് മിക്കവാറും നിങ്ങളിത് കാണുന്നത് എന്താണേലും നിങ്ങളിത് റെക്കോർഡഡ് ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ഒന്ന് കോമെൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പേജ് ഒന്ന് മാറി. യെസ്. Today the success of companies depends on the quality of their products and efficient managing staff. എന്തായിരിക്കാം ആൻസർ? ഒറ്റയടിക്ക് നമുക്ക് നോ എറർ എന്ന് തോന്നുന്ന ഒരു ക്വസ്റ്റനാണ് അല്ലേ. ഒറ്റയടിക്ക് നമുക്ക് നോ എററിനെ തോന്നത്തുള്ളൂ, പക്ഷേ ഇവിടെ എറർ ഉണ്ട് അല്ലേ. എന്താണ് ആ എറർ?
ഈ ആൻഡ് വെച്ച് നമ്മൾ രണ്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ഒരേപോലത്തെ സാധനങ്ങൾ വേണ്ടേ കണക്ട് ചെയ്യാൻ. അപ്പോൾ ഒരിടത്ത് ക്വാളിറ്റിയാണ് അല്ലേ, പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി. അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ എന്താ വേണ്ടത്, സ്റ്റാഫിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ എഫിഷ്യൻറ്റ് മാനേജിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എഫിഷ്യൻറ്റ് മാനേജിങ് സ്റ്റാഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു സിമിലാരിറ്റി നോ എറർന്ന് തോന്നും, പക്ഷെ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു ആൻഡ് വെച്ച് രണ്ട് കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആൻഡ് വെച്ച് നമ്മൾ രണ്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ഒരേപോലത്തെ സാധനങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരിടത്ത് പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ മറ്റൊരിടത്ത് സ്റ്റാഫിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ അതിനെങ്ങനെ എഴുതാം, എഫിഷ്യൻ്റ് അല്ല, എഫിഷ്യൻസി ഓഫ് മാനേജിങ് സ്റ്റാഫ്. ഓക്കെ, എഫിഷ്യൻസി ഓഫ് മാനേജിങ് സ്റ്റാഫ് എന്ന് വരും. അപ്പോൾ കാണുമ്പോൾ നമുക്ക് നോ എറർ എന്ന് തോന്നുന്ന ഒരു ക്വസ്റ്റനാണ്, പക്ഷേ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ആൻഡ് വെച്ച് എന്ത് രണ്ട് സാധനങ്ങൾ കണക്ട് ചെയ്താലും ഒരേപോലെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എഫിഷ്യൻസി ഓഫ് മാനേജിങ് സ്റ്റാഫ് എന്ന് വരും. സോ ഏത് പാർട്ടിലാണ് എറർ, ഡി പാർട്ടിലാണ് എറർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് 2 questions. നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ 20 questions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. 20 questions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കോമെൻറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ യെസ്, എന്തായിരിക്കും ആൻസർ? ഓക്കെ, ഒരു മിനിറ്റ്, നമ്മുടെ സ്ലൈഡ് ഒന്ന് പോയിരിക്കുകയാണ്, ഞാനതൊന്ന് കൊണ്ടുവരാം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. ഈ ലൈക്ക്ഡ് വീഡിയോസ് പിന്നീട് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമുക്ക് പുതിയ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഇത് ബാങ്കിൻ്റെ ഫൗണ്ടേഷൻ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫൗണ്ടേഷൻ ബാച്ചാണ് ബാങ്കിൻ്റെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ അടുത്ത സ്ലൈഡിലായിട്ട് ഞാൻ പറയാം. അപ്പം ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ബോത്ത് ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട്. അപ്പോൾ ആ ബാച്ചിന് വേണ്ടി താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ ഡീറ്റെയിൽസും എല്ലാം ഇടയ്ക്ക് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, യെസ്, ഇനി നമ്മുടെ സ്ക്രീൻ വരുന്നുണ്ട്. ഓക്കെ, ഇത് കാണാമല്ലോ അല്ലേ? ഇത് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അതാ ഒന്നും കാണാനില്ലേ? ഓ, ബാക്ക്ഗ്രൗണ്ട് മാറി. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, നമുക്ക് എന്താണെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇടയ്ക്ക് പറയാം. അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ ഞാൻ പറയാം. ഓക്കെ, എന്താണ് ആൻസർ? Ashok has managed to achieve his sales targets for the quarter very easily than we expected. അതിനകത്ത് ഏത് പാർട്ടിലാണ് എറർ? അപ്പോൾ എക്സാമിനകത്ത് നമുക്ക് ഏത് പാർട്ടിലാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ABCD എറർ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോ എറർ കൊടുക്കാം. ഓക്കെ, എന്തായിരിക്കാം? നമ്മളിവിടെ കമ്പാരിസൺ ആണ്. നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മളിവിടെ കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. ഓക്കെ, കമ്പാരിസൺ എന്ന് പറയുമ്പോൾ തന്നെ അതായത് രണ്ട് പേരെ അല്ലെങ്കിൽ രണ്ട് സാധനങ്ങളെയാണ് നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഗ്രി എന്താണ്? കമ്പാരറ്റീവ് ഡിഗ്രി. ഓക്കെ, നമ്മൾ എന്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ട ഡിഗ്രി എന്ന് പറയുന്നത് കമ്പാരറ്റീവ് ഡിഗ്രി. അതാണ് നമ്മൾ സാധാരണ എപ്പോഴും നമ്മൾ ചെയ്യുന്നത്. ഏത് എടുത്തു കഴിഞ്ഞാലും രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും കമ്പാരറ്റീവ് ഡിഗ്രിയാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പാരിസൺ അവിടെ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. കമ്പാരിസൺ അവിടെ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. വെരി ഈസിലി ദാൻ വി എക്സ്പെക്റ്റഡ്. രണ്ടെണ്ണം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ദാനാണ് കൊടുക്കുന്നത്. ഓക്കെ, അത് അത് സമ്മതിച്ചു. സംഭവം ദാൻ അവിടെ കിടപ്പുണ്ട്. പക്ഷേ ഒരേപോലത്തെ എന്നല്ല, ഏത് രണ്ട് സാധനങ്ങളാവാം അല്ലെങ്കിൽ പേഴ്സൺസ് ആവാം, രണ്ടെണ്ണം കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി കൊടുക്കുക. ഈസിലിയുടെ കമ്പാരിസൺ വെരി എന്നാണോ? അല്ല,
മോർ ഈസിലി എന്നല്ലേ വേണ്ടത്? ആലോചിച്ച് നോക്കിക്കേ, മോർ ഈസിലി അല്ലേ? അശോക് has managed to achieve his sales targets for the quarter more easily than we expected. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും എളുപ്പത്തിൽ. മനസ്സിലായി? അപ്പോൾ കമ്പാരിസൺ എന്താണ്? മോർ ആണ്, മോർ ഈസിലി എന്ന് വരും. സോ സി പാർട്ടിലാണ് എറർ. ക്ലിയർ? അടുത്ത, he did not grant their request for a loan although it would displease his boss. അവിടെ എന്തായിരിക്കാം? കണ്ടിട്ട് എന്താ തോന്നുന്നേ? അവിടെ ഒന്ന് വായിച്ചു നോക്കിക്കേ. പിന്നെ ഒരു കാര്യമുണ്ടല്ലോ, ചിലതിനകത്തൊന്നും എറർ കാണത്തില്ല. ഓക്കെ, അങ്ങനെയുണ്ട്. അപ്പം എല്ലാത്തിനകത്തും എറർ കണ്ടുപിടിച്ച് അടങ്ങും അങ്ങനെയൊന്നും വാശി പിടിച്ചേക്കില്ല. ചില ക്വസ്റ്റ്യൻസിനകത്ത് എററേ കാണത്തില്ല. എറർ ഇല്ലെങ്കിലും ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ചെറിയൊരു ക്ലൂ കിട്ടി എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? എന്താണ്? He did not grant their request for a loan although it would displease his boss. ഈ although എന്തിനാ ഉപയോഗിക്കുന്നത്? അതായത് അയാളുടെ ബോസിനത് ഇഷ്ടക്കേട് ഉണ്ടായിരുന്നാലും ഉണ്ടാകും എന്ന് ഇയാൾക്ക് ഉറപ്പാണ്. എന്നാൽ പോലും ഇയാൾ എന്ത് ചെയ്തില്ല? ഇയാളത് മൈൻഡ് ചെയ്തില്ല. അപ്പോൾ അതെന്താണേലും ബോസിനത് ഇഷ്ടപ്പെടില്ല എന്ന ആൾക്ക് ഉറപ്പാണ്. എങ്കിൽ കൂടിയും ഇങ്ങനത് മൈൻഡ് ചെയ്തില്ല എന്നതാണ്. സോ ഓൾദോ ഇറ്റ് വുഡ് ഡിസ്പ്ലീസ് ഹിസ് ബോസ്, ഓൾദോ ഒക്കെ സെയിം പർപ്പസ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കൂടി അയാൾ റിക്വസ്റ്റ് ഒന്നും മൈൻഡ് ചെയ്യാനായിട്ട് പോയില്ല. ഓക്കെ, സോ അവിടെ എറർ ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, അവിടെ നോ എററാണ്. സോ ഓപ്ഷൻ ഇ കൊടുക്കണേ, നോ എററാണ് ഓപ്ഷൻ ഇ. അപ്പോൾ മാർക്ക് ചെയ്യുന്നത് തെറ്റിപ്പോരുതേ. ഇനി ഞാൻ നമ്മുടെ ഇതും കൂടെ ഒന്ന് ഞാൻ പറയാം. നമ്മുടെ പുതിയ ബാച്ചസിനെ കുറിച്ചും കൂടെ ഞാനൊന്ന് പറയാം. യെസ്, നമുക്ക് പുതിയ ബാച്ചസ് മെയിനായിട്ട് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ബാങ്കിൻ്റെ ആയതുകൊണ്ടാണ് ഞാൻ ബാങ്കിൻ്റെ പറയുന്നത്. നമുക്ക് SSCയുടെയും RRBയുടെയും ബാങ്കിൻ്റെയും ഓൺലൈൻ കോഴ്സസും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഓഫ്ലൈൻ കോഴ്സസും ഉണ്ട്. അപ്പോൾ ഓൺലൈൻ കോഴ്സസിന് വേണ്ടി ജോയിൻ ചെയ്യാൻ വേണ്ടി, അപ്പോൾ നിങ്ങൾ എവിടെ ആണെങ്കിലും കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കംഫർട്ട് അനുസരിച്ച്, കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. അതിൻ്റെ കോൺടാക്ട് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ RRBയുടെയും SSCയുടെയും ബാങ്കിൻ്റെ, അപ്പോൾ ബാങ്കിൻ്റെ ജസ്റ്റ് നമുക്ക് ഈ ഒരു 27th സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അധികം ദിവസം ആയിട്ടില്ല, ഒരു 1 വീക്ക് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ക്ലാസ്സസേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു ടോപ്പിക് അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓഫ്ലൈൻ ബാച്ചസിലോട്ടാണ് ജോയിൻ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സെൻറ്ററിലേക്ക് നിങ്ങൾ ഒന്ന് ഫോൺ വിളിക്കുക, ഡീറ്റെയിൽസ് അറിയുക. ഇപ്പോൾ കൊല്ലത്തുണ്ട്, കൊട്ടാരക്കരയുണ്ട്, തൃശ്ശൂരുണ്ട്, കാലിക്കറ്റുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. അപ്പം ഈ 5 സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഏതാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് നമ്പർ വിളിച്ച് ജോയിൻ ചെയ്യുക, ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് ജോയിൻ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഫർദർ വീഡിയോസിനൊക്കെ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻസ്. അടുത്ത 2 ക്വസ്റ്റ്യൻസ് വന്നില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ, കാരണം ഇത് റെക്കോർഡ് സെഷൻ ആയിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. 5. At present, oil companies are making a loss of ₹5 on all liter of petrol that they sell. At present, oil companies are making a loss of ₹5 on all liter of petrol. All liter. നമ്മൾ all എന്ന് പറഞ്ഞാൽ എന്താ? All people, അല്ലെങ്കിൽ all of them എന്നൊക്കെ പറയാം. എന്ന് വെച്ചാൽ എല്ലാവരും എന്നാ. നമുക്കിവിടെ മീനിങ് എന്താണ്? ഓരോ ലിറ്റർ ഓഫ് പെട്രോൾ എന്നാണ്. ഓരോ ലിറ്റർ ഓഫ് പെട്രോളിന് അവർ വിൽക്കുന്ന ഓരോ ലിറ്ററിനും ₹5 ലോസാണ് ഉള്ളത്. ഓരോ ലിറ്റർ. അപ്പോൾ ഈ ഓരോ ലിറ്റർ എന്ന് നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഓരോ ലിറ്റർ എന്ന് എങ്ങനെയാണ് പറയുന്നത്? ഓൾ എന്നാണോ? അല്ല, പിന്നെ ഈച്ച് ലിറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ എവ്രി ലിറ്റർ എന്ന് പറയാം. ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കാം കേട്ടോ. ഒന്നെങ്കിൽ ഈച്ച് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എവ്രി എന്ന് കൊടുക്കാം. സി പാർട്ടിലാണ് എറർ കേട്ടോ. സി മാർക്ക് ചെയ്യുന്നത് കറക്റ്റ് ആയിക്കോണം. അപ്പം ഓൾ ലിറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാം എന്നാണ്, നമുക്ക് അതല്ല വേണ്ടത്, ഓരോ ലിറ്റർ എന്നാണ് വേണ്ടത് കേട്ടോ. ഓരോ ലിറ്റർ. അതുകൊണ്ട് ഓൺ ഈച്ച് ലിറ്റർ അല്ലെങ്കിൽ ഓൺ എവ്രി ലിറ്റർ. ക്ലിയർ? പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അവിടെ ചിലപ്പം ഓഫ് ₹5 എന്നാണോ? ₹5 ആവാം, ₹5 ആവാം. അത് പ്രശ്നമൊന്നുമില്ല കേട്ടോ.
6. His strictly discipline had made him very unpopular among all the employees. What kind of discipline? എങ്ങനത്തെ ഡിസിപ്ലിൻ ആണ്? സ്ട്രിക്ട്ലി എന്നാണോ നമ്മൾ പറയുന്നത്? വാട്ട് കൈൻഡ് ഓഫ് അതൊരു അഡ്ജക്റ്റീവ് ആണ് അല്ലെ? ആ ഡിസിപ്ലിനെയാണ്, ആ നൗണിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ എന്ന് വരണം കേട്ടോ. സ്ട്രിക്ട്ലി അല്ല, സ്ട്രിക്റ്റ്. അവിടെ എന്തിനാ വെറുതെ ഒരു അഡ്വേർബ് കൊടുത്തിരിക്കുന്നത്? അഡ്വേർബ് അല്ല LY ഫോം, അവിടെ ഒരു അഡ്വേർബിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എന്ത് ഡിസിപ്ലിൻ ആണ്? സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ. ടോൾ മാൻ, ബ്യൂട്ടിഫുൾ ലേഡി. ഓക്കെ, സോ അവിടെ അഡ്ജക്റ്റീവ് വേണ്ട, എ പാർട്ടിലാണ് എറർ. ക്ലിയർ? യെസ്. നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഒരു സെഷനിൽ ഞാൻ ബാങ്ക് എക്സാംസിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ഏരിയ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ, അതും അതിൻ്റെ ബേസ് വേർഷനെ കവർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതിൻ്റെയൊക്കെ പല പല വേർഷൻസ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ നമ്മുടെ പെയ്ഡ് ബാച്ചസിലെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കി ജോയിൻ ചെയ്യാം. ഓക്കെ, നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. When the doctors found that the player has taken prohibited medicines, he reported the matter to the team manager. എനിക്ക് കണ്ടിട്ട് നോയർ പോലെ തോന്നുന്നു, എന്നാലും ഒന്നുകൂടെ ഒന്ന് വായിച്ചു. എന്തായിരിക്കാം? When the doctors found that the player has taken prohibited medicines, he reported. കണ്ടോ? ഫൗണ്ട് എന്ന് കിടപ്പുണ്ട്. ഓക്കെ, ഫൗണ്ട് പാസ്റ്റ് ആണ്. ഓക്കെ, ഹാസ് ടേക്കൺ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. റിപ്പോർട്ടഡ് പാസ്റ്റ്. ഇതെന്നാ ഇത്? അതായത് ഒരിടത്ത് പാസ്റ്റ് തന്നിരിക്കുന്നു, ഇപ്പുറത്തും റിപ്പോർട്ടഡ് അതും പാസ്റ്റ് തന്നിരിക്കുന്നു, പിന്നെ ഒരിടത്ത് മാത്രം എന്തിനാ ഈ പ്രസന്റ് പെർഫെക്റ്റ്. അതായത് സെയിം ടെൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, സെയിം ടെൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴും ആദ്യം നമ്മൾ ടെൻസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും അവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതിനകത്ത് ത്രൂ ഔട്ട് ആ ഒരു സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരിടത്ത് മാത്രം എന്തിനാ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കൊടുക്കുന്നത്? അതിനെയും കൂടെ അങ്ങ് പാസ്റ്റ് ആക്കിക്കോളൂ. ഹാസ് ടേക്കൺ അല്ല, ഹാഡ് ടേക്കൺ. ഓക്കെ, ഹാഡ് ടേക്കൺ. When the doctors found that that the player had taken prohibited medicines, he reported the matter to the team manager. Okay. 8th one. Yes, what you had said about the employees was found to be correct, but it could not be proved. What you had said about the employees was found to be correct. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഫൗണ്ട് ആണ് അവിടുത്തെ നമ്മുടെ ക്ലൂ എന്ന് പറയുന്നത്. ഫൗണ്ടിൻ്റെ കൂടെ ഒരു അഡ്ജക്റ്റീവ് ആണെങ്കിൽ പിന്നെ നമുക്ക് ഈ ടു ബിയുടെ ആവശ്യമില്ല. മനസ്സിലായോ? ഫൗണ്ടിന് ശേഷം ടു ബി കൊടുക്കത്തില്ല, ഫൗണ്ട് കറക്റ്റ് എന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പം ഞാനിങ്ങനെ പറയുകയാണേ, ദേ വർ ഫൗണ്ട് സേഫ് ആൻഡ് വെൽ. പേപ്പറൊക്കെ വായിക്കുന്നവരാണെങ്കിൽ ഓക്കെ, ഇന്നരെ സേഫായിട്ട് കണ്ടെത്തി എന്ന് പറയുമ്പോൾ ദേ വർ ഫൗണ്ട് സേഫ്, അത്രേ നമ്മൾ കൊടുക്കുള്ളൂ. ഈ ഫൗണ്ടിൻ്റെ കൂടെ നമ്മൾ എന്താണോ ആ അഡ്ജക്റ്റീവ് മാത്രം കൊടുത്താൽ മതി. ഫൗണ്ടിൻ്റെ കൂടെ ഫൗണ്ട് ടു ബി സേഫ് അങ്ങനെ വേണ്ട. ദേ വർ ഫൗണ്ട് സേഫ് അല്ലെങ്കിൽ ദി എംപ്ലോയീസ് വാസ് ഫൗണ്ട് കറക്റ്റ് എന്ന് മതി. വാട്ട് യു ഹാഡ് സെഡ് അബൌട്ട് ദി എംപ്ലോയീസ് വാസ് ഫൗണ്ട് കറക്റ്റ് അങ്ങനെ മതി. അവിടെ അഡ്ജക്റ്റീവ് മാത്രം മതി, ടു ബിയുടെ ആവശ്യം ഇല്ല. സോ സി പാർട്ടിലാണ് എറർ കേട്ടോ. ഓക്കേ, ഇനി നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കോമെൻറ്റ് ചെയ്തോണം കേട്ടോ. ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നീട് ലൈക്ഡ് വീഡിയോസ് മാത്രം തപ്പിയാൽ മതി, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇരുന്ന് തപ്പിക്കൊണ്ടേയിരിക്കും. ഏത് ക്ലാസ്സാണ് എന്താണെന്നൊന്നും അറിയത്തില്ല. അത് പലരുടെയും അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ്. ലൈക്ക് ചെയ്യുക, പ്ലസ് അത് നമുക്കും ഒരു സപ്പോർട്ടാണ്. ഓക്കെ, ഇത്രയും പേർക്ക് അറ്റ്ലീസ്റ്റ് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെയുള്ളൊരു. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഡൗട്ട്സോ അല്ലെങ്കിൽ ഓക്കെ ഇന്ന ഏരിയ ഒന്ന് കിട്ടുവാണെങ്കിൽ നല്ലതാണ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന ടോപ്പിക്സ് നിങ്ങൾക്ക് കാണണം അല്ലെങ്കിൽ ഇന്ന ഏരിയ പഠിക്കണം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തോന്നുവാണെങ്കിൽ അത് നിങ്ങൾ താഴെ ഒന്ന് കോമെൻറ്റ് ചെയ്യും. ഓക്കെ, ഒരു ഹെൽത്തി കോൺവെർസേഷൻ ആവും നമുക്ക്. Question number 9. Our equipment gets damaged very often in summer because there are frequent power cuts. Our equipment gets damaged very often in summer because there are frequent power cuts. അതായത് സമ്മർ സീസണിൽ ഫ്രീക്വൻറ്റ് പവർ കട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ എക്യുപ്മെൻറ്റ് മിക്കപ്പോഴും ഡാമേജ് ആയി പോവാറുണ്ട്. ഓക്കെ, അപ്പോൾ പൊതുവെയുള്ള സമ്മർ സീസണിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ നടക്കാറുണ്ട് എന്നാണ്. അപ്പോൾ നടക്കുന്നുള്ളതുകൊണ്ടല്ലേ നമ്മളത് പറയുന്നത്. അപ്പം നമുക്കവിടെ ഗെറ്റ്സ് ഡാമേജ് എന്നല്ല, ഗെറ്റ്സ്
ഡാമേജ്ഡ് എന്ന് വരും. ഓക്കെ, ഗെറ്റ്സ് ഡാമേജ്ഡ് എന്ന് വരും. എ പാർട്ടിലാണ് എറർ. അതായത് സമ്മർ സീസണിൽ പൊതുവേ ഇങ്ങനെ നശിക്കാറുണ്ട്, ഗെറ്റ്സ് ഡാമേജ്ഡ്, അങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഗെറ്റ്സ് ഡാമേജ് അല്ല, ഡാമേജ്ഡ് എന്ന് കൊടുക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. Under the terms of the New Deal, the channel can broadcast the next cricket tournament to be played among India and Australia. Under the terms of the New Deal, okay, പുതിയ ഡീലിൻ്റെ ടേംസ് അനുസരിച്ച് the channel can broadcast the next cricket tournament to be played among India and Australia. അപ്പോൾ പുതിയ ഡീലിൻ്റെ ടേംസ് അനുസരിച്ച് അടുത്ത ടൂർണമെൻറ്റ്, അതായത് ഇന്ത്യ ഓസ്ട്രേലിയ തമ്മിലുള്ള ടൂർണമെൻറ്റ് ചാനലിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാം. നമ്മൾ രണ്ടെണ്ണം പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തിനാണ് അവിടെ എമംഗ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ബിറ്റ്വീൻ അല്ലേ നമ്മൾ 2 entities പറയുമ്പോൾ യൂസ് ചെയ്യുന്നത്, കണ്ടോ? എന്നിട്ട് നമ്മളവിടെ തെറ്റിച്ച് കണ്ടോ? ഏത് പാർട്ടിലെ എറർ? ഡി പാർട്ട്, കേട്ടോ, ഡി പാർട്ടിലാണ് എറർ. രണ്ടെണ്ണം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടെണ്ണത്തെക്കുറിച്ച് പറയുമ്പം ബിറ്റ്വീൻ പറഞ്ഞാൽ മതി, കേട്ടോ, എമംഗ് അല്ല ബിറ്റ്വീൻ. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത 10 പോവാം. ഓക്കെ, യെസ്, ഞാനൊരു 20 ക്വസ്റ്റ്യൻസ് ആണ്, വലിയ ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. ഇതിനകത്തൊന്നും ടഫ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടിയതൊന്നും അല്ല. ഒരു ബിഗിനർ ലെവലിലുള്ള എന്നാൽ തീർത്തും ഒരു ഫൗണ്ടേഷൻ ഇല്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ അയ്യോ അതെനിക്കറിയില്ല എന്നൊക്കെ ചിലപ്പോൾ തോന്നാം. പക്ഷെ പേടിക്കണ്ട, അതിനെ ഞാൻ പറയും നമ്മുടെ ബാങ്കിൻ്റെ ഫൗണ്ടേഷൻ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യൂ കേട്ടോ. ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് 11. In order to streamline the movement of vehicles എന്നാണ്, during the festival, traffic police have chalked out diversion plans. Okay. In order to streamline the movement of vehicles during the festival. Okay. Traffic police എന്ത് ചെയ്തു? Have chalked out diversion plans. പല പ്ലാൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എറർ ഉണ്ടോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ചോക്ഡ് എന്നൊക്കെ കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നും അല്ലേ? നമ്മുടെ മറ്റേ ചോക്കല്ല, ഇവിടെ ഏത് ചോക്കാണെന്നറിയോ? ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന വെച്ചാൽ ഫേവർ ചെയ്തിട്ടുണ്ട്, പല ഡൈവേർഷൻ പ്ലാൻസ് ഫേവർ ചെയ്തിട്ടുണ്ട്, പല രീതിയിലുള്ള പ്ലാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ചോക്ക് എന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നും. ദർ ഇസ് നോ എറർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോ എറർ, ഇതിനകത്ത് ഒരു എററും ഇല്ല. സോ നോ എറർ, ഓപ്ഷൻ ഇ ആണ്. എറർ ഇല്ലെങ്കിൽ ഓപ്ഷൻ ഇ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. In the Union Budget of 2002-2003, much of the problems related to human development have not been properly addressed. In the Union Budget, okay, in a time Union Budget, okay, much of the problems, എന്തിനാണ് മച്ച് കൊടുത്തിരിക്കുന്നത്? പ്രോബ്ലംസ് അല്ലേ, അവിടെ കൗണ്ടബിൾ നൗൺസ് അല്ലേ? ഈ പ്രോബ്ലംസ് അല്ലേ, അത് കൗണ്ടബിൾ നൗൺ ആണ്. പ്രോബ്ലംസ് കൗണ്ടബിൾ നൗൺ ആണ്. സോ കൗണ്ടബിൾ നൗണിൻ്റെ കൂടെ നമ്മൾ എപ്പോഴെങ്കിലും മച്ചൊന്ന് യൂസ് ചെയ്യുമോ? മെനി അല്ലേ? മെനി ഓഫ് ദ പ്രോബ്ലംസ്, കേട്ടോ, മെനി ഓഫ് ദ പ്രോബ്ലംസ്, മെനി ഓഫ് ദ പീപ്പിൾ, മെനി ഓഫ് ദ സ്റ്റുഡൻസ്. ഓക്കെ, സോ ഇറ്റ് ഇസ് മെനി ഓഫ് ദ പ്രോബ്ലംസ്. അപ്പോൾ ഏത് പാട്ടിലാണ് മാർക്ക് ചെയ്യുമ്പോൾ? ബി പാട്ട് അല്ലേ? അല്ല, ബി പാട്ടിലാണ് എറർ, കേട്ടോ. യെസ്, കാരണം ഈ റിലേറ്റഡിൻ്റെ കൂടെ സി കാണുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് തോന്നും. ബി ആണേ, മാർക്ക് ചെയ്യുമ്പോഴും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തോണം. ഓക്കെ, നെക്സ്റ്റ് question number 13. It was apparent for everyone present that if the patient did not receive medical attention fast, he would die. It was apparent for everyone. ഈ ചില വേർബ്സിൻ്റെ കൂടെ ചില ഫിക്സ്ഡ് പ്രൊപ്പോസിഷൻസ് ഉണ്ട്, ചില വേർബ്സിൻ്റെ കൂടെ ചില ഫിക്സ്ഡ് പ്രൊപ്പോസിഷൻസ് ഉണ്ട്. അതേപോലത്തെ ഒരു ഫിക്സ്ഡ് പ്രൊപ്പോസിഷനാണ് അപ്പാരൻറ്റിൻ്റെ കൂടെ ടു എന്നാണ് പറയുന്നത്. അപ്പാരൻറ്റ് ടു മീൻസ് ഇറ്റ്സ് വെരി ക്ലിയർ എന്നുള്ളൊരു മീനിങ് ആണ്. ഇറ്റ് വാസ് അപ്പാരൻറ്റ് ടു എവ്രി വൺ പ്രസൻറ്റ് ദാറ്റ് ഇഫ് ദ പേഷ്യൻറ്റ് ഡിഡ് നോട്ട് റിസീവ് മെഡിക്കൽ അറ്റൻഷൻ ഫാസ്റ്റ് ഹി വുഡ് ഡൈ.
ഓക്കെ, ആ ഫാസ്റ്റ് കണ്ടപ്പോഴാണ് വേറൊരു കാര്യം പറഞ്ഞത്. ഐ വാക്ക്ഡ് ഫാസ്റ്റ്ലി അല്ല. അപ്പോൾ ഫാസ്റ്റ്ലി അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഹി ഡ്രോവ് ദ കാർ ഫാസ്റ്റ്. അതേപോലെ തന്നെയാണ് ഇവിടെയും ഫാസ്റ്റാണ്, ഫാസ്റ്റ്ലി അല്ല. അതുകൂടെ കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. സോ അപ്പാരൻറ്റിൻ്റെ കൂടെ ടു എന്നുള്ള പ്രൊപ്പോസിഷനാണ്. സോ നമുക്കവിടെ ബി അല്ല, എ പാർട്ടിലാണ് എറർ കേട്ടോ. മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണേ. ഇതിൻ്റെ കൂടെ നിൽക്കുന്നതല്ല, കറക്റ്റ് ആ പാർട്ട് ഏതാന്ന് നോക്കിക്കോണം. അപ്പാരൻറ്റ് ടു, അപ്പോൾ ടു എ പാർട്ടിലാണ് എറർ കേട്ടോ. ഓക്കെ, question number 14. Whatever be the work that which you undertake, put your best efforts in it. വെരി സിമ്പിൾ അല്ലേ? വായിച്ചപ്പോൾ തന്നെ എന്തോ ഒരു സംതിങ്. ചിലരിപ്പോഴും റൂൾസ് ഒന്നും ഫോളോ ചെയ്യാണ്ട് വായിച്ചിട്ട് കേൾക്കാൻ രസമുള്ളത് അങ്ങനെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് കറക്റ്റായിട്ട് ഈ ക്വസ്റ്റ്യൻ കിട്ടും. എന്തായിരിക്കും? whatever be the work that which you undertake. എന്തിനാ ദാറ്റും വിച്ചും? രണ്ട് റിലേറ്റീവ് പ്രൊനൗൺസ് വേണോ? വേണ്ട. അപ്പോൾ ഏതാ മാറ്റേണ്ടത്? വിച്ചിനെ മാറ്റാം അല്ലേ? whatever be the work that you undertake, put your best efforts in it. Okay, that you undertake. whatever be the work that you undertake. വിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും ഒരെണ്ണം സ്പെസിഫൈ ചെയ്യുന്ന പോലെയാണ്. ഇത് അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ whatever be the work that you undertake. സോ ഇവിടെ ബി പാർട്ടിലാണ് അല്ലേ? ഓക്കെ, സോ ആ ദാറ്റും വിച്ചും കൂടെ സൂപ്പർഫ്ലൂയസ് ആണ്, അല്ലെങ്കിൽ റിഡണ്ടൻ്റ് ആണ്. അത് സെയിം സാധനങ്ങൾ വേണ്ടല്ലോ, അതുകൊണ്ട് ദാറ്റ് മാത്രം മതി. സോ ബി പാർട്ടിലാണ് എറർ. ഓക്കെ, ബി പാർട്ട്. ഓക്കെ, അപ്പോൾ ഇത് ലേറ്റായിട്ട് കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ ഒരിക്കൽ കൂടെ പറയാണ്. നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ദിശയിൽ പഠിക്കാനായിട്ട്. നിങ്ങൾക്ക് ഓഫ്ലൈൻ ബാച്ചസിലും ജോയിൻ ചെയ്യാം, അതേപോലെ തന്നെ ഓൺലൈൻ ബാച്ചസിലും ജോയിൻ ചെയ്യാം. ഓഫ്ലൈൻ കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ് ആൻഡ് തിരുവനന്തപുരത്താണ്. നമ്പേഴ്സൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. SSCയുടെയും RRBയുടെയും ബാങ്കിൻ്റെയും ഓഫ്ലൈൻ ബാച്ചസ് ഉണ്ട്. ഓൺലൈൻ ആയിട്ടാണെങ്കിൽ ഞാൻ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. വിളിക്കുക. ഏത് നിങ്ങൾക്കിപ്പോൾ ബാങ്ക് ആണെങ്കിൽ ബാങ്ക്, SSC എങ്കിൽ SSC, RRB എങ്കിൽ RRB. ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. 2025 വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, ഇപ്പം എനിക്ക് പറയാനുള്ളത് ബാങ്കിൻ്റെ ഫൗണ്ടേഷൻ ബാച്ചാണ്. ഇപ്പോൾ 1 വീക്ക് ആയുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇംഗ്ലീഷൊക്കെ നിങ്ങൾക്ക് ഒരു ബേസിക് ടു അതിൻ്റെ ഒരു ഹൈ ലെവലിലോട്ട് എത്തണമെങ്കിൽ പ്രിലിംസ് കം മെയിൻസിൻ്റെയൊക്കെ ബാച്ചാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബാച്ചാണ്. ജോയിൻ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. Question number 15. Okay, he has been working on the problem from a long time, but is still not able to solve it. He has been working on the problem from a long time, but is still not able to solve it. എന്താ അവിടെ? From a long time. നമ്മൾ ഒരു കാര്യമായിട്ട്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കുറച്ചായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വി വർക്ക് ഓൺ സംതിങ് ഫോർ സം ടൈം എന്നാണ് പറയുന്നത്. ഫോർ സം ടൈം എന്നാണ്. അപ്പോൾ ഫ്രം എ ലോങ് ടൈം അല്ല, ഫോർ എ ലോങ് ടൈം എന്നാണ്. ഫോർ എ ലോങ് ടൈം. നമ്മൾ ഹി ഹാസ് ബീൻ വർക്കിംഗ് ഓൺ ദ പ്രോബ്ലം ഫോർ എ ലോങ് ടൈം. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ ഫോർ എപ്പോഴും ടൈം പീരീഡ് അല്ലേ? ഹി ഹാസ് ബീൻ വർക്കിംഗ് ഫോർ 3 hours, ഫോർ 3 days, ഫോർ 3 weeks, ഫോർ 3 years. അതേപോലെ തന്നെ ഫോർ എ ലോങ് ടൈം. അങ്ങനെ ആലോചിച്ചാലും മതി. ഓക്കെ, സോ ഫോർ എന്നുള്ളത് ഒരു ടൈം പീരീഡിനായതുകൊണ്ട് അവിടെ 4 ആണ് വേണ്ട കേട്ടോ. അപ്പോൾ ഏത് പാർട്ടിലെ എറർ? ബി പാർട്ട്. ക്ലിയർ? നെക്സ്റ്റ് 16. The causal relationship between banks and big companies can be end only when there is real competition in the sector. സിമ്പിൾ ആണ് അല്ലേ? എന്താണ്? പാസീവ് ഫോമിലാണ് തന്നിരിക്കുന്നത്. പാസീവ് ഫോം എന്ന് പറയുമ്പോൾ V3 ഫോം ആണ്. ക്യാൻ ബി എൻഡഡ് എന്ന് വേണം കേട്ടോ. ക്യാൻ ബി എൻഡഡ്. സീലല്ലേ എറർ? സീൽ എറർ. ക്യാൻ ബി എൻഡഡ്. കാരണം ഈ പറഞ്ഞ ഫ്യൂച്ചറിൻ്റെ പാസീവാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ബിയുടെ കൂടെ തേർഡ് ഫോം. പാസീവിൽ എപ്പോഴും നമ്മൾ തേർഡ് ഫോം ഓഫ് വെർബാണ് യൂസ് ചെയ്യുന്നത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ശരി. നെക്സ്റ്റ് മൊത്തം 20 ക്വസ്റ്റ്യൻസേ ഉള്ളേ. 20 ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. With inflation at 11%, companies need to come up with innovative ways to get customers to buy its goods. അവിടെ കമ്പനീസ് എന്ന് പറയുന്നുണ്ട് അല്ലേ? കമ്പനീസ് അവിടെ പ്ലൂറൽ സബ്ജക്റ്റാണ്.
അപ്പോൾ പ്ലൂറൽ വേർബ് വേണ്ടേ യൂസ് ചെയ്യാൻ? ഇറ്റ്സ് എന്ന് മതിയോ? അല്ല, ദെയർ എന്ന് വേണം കേട്ടോ. ഇറ്റ്സ് എന്നല്ല, അവിടെ പിന്നെ എന്താ വേണ്ടത്? ദെയർ എന്ന് കൊടുത്തോണം. ഓക്കെ, ദെയർ, ടു ബൈ ദെയർ ഗുഡ്സ് എന്ന് വരും കേട്ടോ. ഡി പാർട്ടിലാണ് എറർ. ഇപ്പം നമ്മൾ പറയില്ലേ, ഓർഗനൈസേഷൻസ് നീഡ് ടു ഇംപ്രൂവ് ദെയർ വേസ് ഓഫ് വർക്കിംഗ്. അപ്പോൾ കമ്പനീസും ഓർഗനൈസേഷൻസും ഒക്കെ പ്ലൂറലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ദെയർ തന്നെ കൊടുക്കാം. മീൻസ് അവിടുത്തെ മനുഷ്യരെയാണല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു ഫിസിക്കൽ ബിൽഡിംഗ് എന്നതിനേക്കാളും മനുഷ്യരെയല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദെയർ ഗുഡ്സ് എന്ന് വരുന്നത്. ഓക്കെ. 18. Although the brilliant writer and lying pessimism prevails in all her novels. അതെന്താണ്? ആൻഡ് ലൈങ് പെസിമിസം. അതൊരു റോങ് എക്സ്പ്രഷൻ ആണ് അല്ലേ? ആൻഡ് ലൈങ് എന്ന് പറയില്ല, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അല്ലേ? അവിടെ ആർട്ടിക്കിൾ ലൈങ് പെസിമിസം എന്നാണ്. ലൈങ് പെസിമിസം. ഓക്കെ, നമ്മൾ പറയാം ലൈങ് മാൻ കാൺ ബി ട്രസ്റ്റഡ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? അപ്പോൾ ഓൾദോ ദ ബ്രില്യൻറ്റ് റൈറ്റർ ലൈങ് പെസിമിസം പ്രിവെയിൽസ് ഇൻ ഓൾ ഹെർ നോവൽസ്. ഓക്കെ, അതായത് റൈറ്റർ അത്രയും ബ്രില്യൻ്റ് ആയാൽ പോലും എന്തോ ഒരു ചെറിയൊരു ഒരു നെഗറ്റീവ് എല്ലാ നോവൽസിലും കാണുന്നുണ്ട്. ലൈങ് പെസിമിസം പ്രിവെയിൽസ് ഇൻ ഓൾ ഹെർ നോവൽസ്. അപ്പം ഓൾദോ ദ ബ്രില്യൻറ്റ് റൈറ്റർ ബ്രില്യൻ്റ് ആണെങ്കിലും നല്ല ബ്രില്യൻ്റ് ആണ്, പക്ഷേ എവിടേക്കോ സംതിങ് സംവെയർ ചെറിയൊരു നെഗറ്റീവ് ടച്ച് അടിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ലൈയിങ് എന്നാണ്. ബി അല്ലേ? ബി പാർട്ട്. മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ആൻഡ് മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് 2 questions. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റനിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കോമെൻറ്റ് ചെയ്ത് ചോദിക്കുക. കാരണം ഇത് ലൈവ് ആയിട്ടായിരിക്കില്ല വരുന്നത്, റെക്കോർഡ് സെഷൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. So 19. Given the current market conditions, it is better for us to invest in the infrastructure sector. എന്തായിരിക്കും ആൻസർ? 19. ഇതൊരു ബെറ്റർ ഫോർ us to invest in the infrastructure sector അല്ലേ? ഓക്കെ, ഒരു ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ആണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ എന്ന് വേണോ? ഫ്യൂച്ചർ അല്ലേ പറയുന്നത്? അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് സിനാരിയോ നോക്കിയിട്ട് ഓക്കെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബെറ്റർ. അപ്പോൾ ഒരു ഫ്യൂച്ചർ അല്ലേ വേണ്ടത്? ഫ്യൂച്ചർ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ബെറ്റർ ആണോ? ഇറ്റ് വിൽ ബി ബെറ്റർ എന്ന് കൊടുക്കണം. ഓക്കെ, ഇറ്റ് വിൽ ബി ബെറ്റർ. ഇറ്റ് ഈസ് ബെറ്റർ അല്ല, ഇറ്റ് വിൽ ബി ബെറ്റർ എന്ന് കൊടുക്കണം. ഓക്കെ, ഇറ്റ് വിൽ ബി ബെറ്റർ. ബി പാർട്ടിലാണ് എറർ, ബി പാർട്ട്. ഓക്കെ, ഗിവൻ ദ കറന്റ് മാർക്കറ്റ് കണ്ടീഷൻസ് ഇറ്റ് വിൽ ബി ബെറ്റർ. ഇതായിരിക്കും നല്ലത്. ഇപ്പോഴത്തെ ഒരു സിനാരിയോ അനുസരിച്ച്, ഈ ഒരു സിനാരിയോ അനുസരിച്ച് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാവും കുറച്ചുകൂടെയും ബെറ്റർ. ഇറ്റ് വിൽ ബി ബെറ്റർ എന്ന് വരും. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദ ഡേ. Many athletes have taken on yoga to develop their concentration and reduce stress. പലരും യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്തിനാ? ടു ഡെവലപ്പ് ദെയർ കോൺസെൻട്രേഷൻ. അത്ലറ്റ്സ് പ്ലൂറൽ ആയതുകൊണ്ട് ദെയർ കോൺസെൻട്രേഷൻ. ഓക്കെ, ആൻഡ് വരുമ്പോൾ ഒരേപോലത്തെ സാധനം വേണമല്ലോ അല്ലേ? അപ്പോൾ ടു ഡെവലപ്പും ഉണ്ട്, ഇപ്പുറത്ത് ടു റെഡ്യൂസ്. അവിടെ ടു റെഡ്യൂസ് എന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ടു ഒരു പ്രാവശ്യം കൊടുത്താലും മതി. ടു ഡെവലപ്പ് ആൻഡ് റെഡ്യൂസ്, ടു ഡെവലപ്പ് ആൻഡ് റെഡ്യൂസ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യുക, സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുക അല്ലേ? അപ്പോൾ എററൊന്നും ഇല്ലല്ലോ? ഇല്ല, നോ എററാണ്. സോ ദർ ഇസ് നോ എറർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു 20 ക്വസ്റ്റ്യൻസ്, ഈ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഡു കോമെൻറ്റ്. ഓക്കെ, ആൻഡ് ആസ് ഐ ഓൾവേസ് സേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ആൻഡ് കീപ് പ്രാക്ടീസിങ്. പിന്നെ ബാച്ചസിനെ കുറിച്ച്, ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്പേഴ്സും ഷെയർ ചെയ്തിട്ടുണ്ട്. സോ കൂടുതൽ ഡീറ്റെയിൽസിന് ഡു കോമെൻറ്റ്. താങ്ക് യു, ടേക്ക് കെയർ, happy learning, safe learning. Bye bye. Thank you.